തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് പഞ്ചായത്ത് തലത്തിൽ രാവിലെ 10 മണിക്കും കോർപ്പറേഷനുകളിൽ 11:30-ക്കുമാണ് ചടങ്ങ്. 20,000-ഓളം ജനപ്രതിനിധികളാണ് ഇന്ന് അധികാരമേൽക്കുക. ഈ മാസം 26, 27 തീയതികളിലാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. അർജുൻ കല്യാടും സിനോജ് തോമസുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അർജുൻ കല്യാടിലേക്ക്. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ കാത്തിരുന്ന ആ നിമിഷം അത് ഇന്നാണ് 10 മണിക്കാണ്. എങ്ങനെയാണ് സത്യപ്രതിജ്ഞയായുള്ള ഒരുക്കങ്ങളൊക്കെ? വലിയ ആഘോഷത്തോടു കൂടിയായിരിക്കുമോ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം ഈ സത്യപ്രതിജ്ഞ തന്നെ? സുജിയ, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 11:30-ക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. BJP കൗൺസിലർമാരൊക്കെ വലിയ ഒരു പ്രകടനമായി തന്നെയാണ് ഇവിടത്തേക്ക് എത്തുക. ആദ്യം നേരെ അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് എല്ലാവരും ഒരുമിച്ച് പ്രകടനമായി വരുന്നത്. കോൺഗ്രസ് കൗൺസിലർമാർ DCC ഓഫീസിൽ നിന്നും പുഷ്പാർച്ചനയ്ക്ക് ശേഷം നഗരസഭയിലേക്ക് എത്തും. CPM കൗൺസിലർമാർക്കെല്ലാം നേരിട്ട് കോർപ്പറേഷനിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും, ഈ കസേരകളൊക്കെ ഇട്ടിരിക്കുന്ന ഈ ഭാഗത്താണ് LED വോൾ ക്രമീകരിക്കുന്നത്. ഇവിടെയാണ് ഈ പറയുന്ന കൗൺസിലിൻ്റെ ഈ സത്യപ്രതിജ്ഞ കാണുവാനെത്തുന്ന മറ്റുള്ളവർക്ക്, അതായത് കൗൺസിലർമാർക്ക് പുറമേയുള്ളവർക്ക് ഇരിക്കാനും ആ സത്യപ്രതിജ്ഞ ചടങ്ങ് വളരെ സുഗമമായി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കൗൺസിലർമാരോടൊപ്പം ഒരാൾക്ക് മാത്രമേ കൗൺസിൽ ഹാളിനകത്ത് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ആവേശത്തിൽ തന്നെയാണ് പൂർത്തിയാക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ സത്യപ്രതിജ്ഞ 10 മണിക്കും മുനിസിപ്പാലിറ്റികളുടെയും നഗരസഭകളിലെയും സത്യപ്രതിജ്ഞകൾ 11:30-ക്കുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 1191 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. ആ 1291 തദ്ദേശ സ്ഥാപനങ്ങളിലായി 20,000-ലധികം പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റിരുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് സാധാരണ, അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മനുഷ്യർക്ക് ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പർമാരായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ജനപ്രതിനിധികളായിരിക്കും. അപ്പോൾ അവർക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധികൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണപ്പെട്ടവരുടെ പ്രതിനിധികളായി, സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളായി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വലിയ ആവേശം സംസ്ഥാനത്ത് എല്ലായിടത്തും കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു ആവേശം തന്നെയായിരിക്കും തിരുവനന്തപുരത്തും കാണാൻ വേണ്ടി കഴിയുക. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJP അധികാരം നേടിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോർപ്പറേഷനിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആവേശം BJPക്ക് ഉണ്ട്. പക്ഷേ എന്നാലും അതിനകത്തൊരു ചെറിയ ആശയക്കുഴപ്പം, അല്ലെങ്കിൽ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. 50 സീറ്റുകൾ, അല്ല 50 ഡിവിഷനുകളിലാണ് BJP NDA മുന്നണി ജയിച്ചിരിക്കുന്നത്. 51 എന്നുള്ളതാണ് കേവല ഭൂരിപക്ഷത്തിനുള്ള സംഖ്യ. പിന്നെ അത് പുറമെ BJPയുടെ മേയർ ആരാവും തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ BJPക്കകത്ത് വലിയ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ആശങ്കകളും അതുപോലെ തന്നെ അങ്കലാപ്പുകളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും വലിയ ആവേശമാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളോടുകൂടി, വലിയ മുന്നൊരുക്കങ്ങളോടുകൂടി, വലിയ ആവേശത്തോടു കൂടിയും വലിയ ഊർജ്ജത്തോടു കൂടിയാണ് ഇന്ന് കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ 10 മണിക്കും 11:30-ക്കുമായാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. അതാണ് അർജുൻ കല്യാട് നൽകിയത്. നമുക്ക് ഇനി വടക്കോട്ടൊന്ന് പോകാം. സിനോജ് തോമസ് ഉണ്ട് നമുക്കൊപ്പം. സിനോജ് തോമസ്, ഗുഡ് മോർണിംഗ്. എപ്പോഴും ഗുഡ് ഈവനിങ് പറഞ്ഞ് രാവിലെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി സിനോജ്. അപ്പോൾ സിനോജ്, രാവിലെ എങ്ങനെയാണ്? വലിയ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടോ? വിജയത്തിന് ശേഷം വലിയ ആഹ്ലാദ പരിപാടികളൊക്കെ പലയിടങ്ങളിൽ നിന്ന് പടക്കമെറിഞ്ഞുള്ള ആഹ്ലാദം വരെ നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ സത്യപ്രതിജ്ഞ എങ്ങനെയായിരിക്കും? സുജയപാർവതി, ഗുഡ് മോർണിംഗ്. അതായത് സത്യപ്രതിജ്ഞയും വലിയ ആഘോഷമാക്കാനാണ് മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനൊക്കെ തന്നെ UDF-ഉം BJP ഒക്കെ തന്നെ വലിയ മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് തന്നെ 3 മുന്നണികളും ആവേശത്തിലാണ്. LDF-ഉം UDF-ഉം അവരുടെ മേയർ സ്ഥാനാർത്ഥികളെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി BJP മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഈ ചടങ്ങ് നടക്കുന്നത് കണ്ടംകുളം ജൂബിലി ഹാളിലാണ്. തളി ക്ഷേത്രത്തിനടുത്തുള്ള ജൂബിലി ഹാളാണ് നടക്കുന്നത്. കാരണം എല്ലാ കൗൺസിലർമാരും അവരുടെ കുടുംബാംഗങ്ങളെയും വാർഡിലുള്ള എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാൻ വേണ്ടി എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് വേണ്ടി കോഴിക്കോട് കളക്ടറേറ്റിൽ തന്നെ പ്രത്യേക ഒരു പന്തൽ ഒരുക്കിക്കൊണ്ടാണ് അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത്. ജില്ലാ പഞ്ചായത്തിലും കോഴിക്കോട് കോർപ്പറേഷനിലും, അത് സംസ്ഥാനത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ജില്ലാ കളക്ടർമാരാണ് മുതിർന്ന അംഗത്തിന് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. അതിനുശേഷമാണ് മുതിർന്ന അംഗം ബാക്കിയുള്ള അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലി അവർ അധികാരത്തിലേക്ക് വരുന്നു. അതിനുശേഷം ഇന്ന് തന്നെ ആദ്യത്തെ ഭരണസമിതി യോഗം ചേരുന്നു. അത് ഈ കൗൺസിൽ ഹാളിലായിരിക്കും യോഗം ചേരുക. ആ യോഗത്തിൽ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്മസിന് ശേഷം ഡിസംബർ 26-ന് 27-ന് നടക്കാൻ വേണ്ടി പോകുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പ് അവിടെ വായിക്കും. അതോടുകൂടി ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ അവസാനിക്കും. പക്ഷേ പുതിയ ഭരണസമിതി പൂർണ്ണമായും അധികാരത്തിലെത്തണമെങ്കിൽ ഈ മാസം അവസാനമാകും. കാരണം
ക്രിസ്മസിന് ശേഷം മാത്രമായിരിക്കും പുതിയ മേയർ ആരാണ്, പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്, പുതിയ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ അധ്യക്ഷന്മാർ ആരാണെന്നൊക്കെ തന്നെ അറിയുന്നത് ക്രിസ്മസിന് ശേഷമായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ നിശ്ചയിക്കുക. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകണമെങ്കിൽ ഈ മാസം അവസാനമാകും. പക്ഷേ ജനങ്ങൾക്ക് നേരത്തെ കല്യാണം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള എന്തൊരു ആവശ്യം വന്നാലും മെമ്പറെ എന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരാളെ ഇന്ന് അധികാരത്തിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. കാരണം ഈ ജനാധിപത്യത്തിൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഈ പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ അതാത് വാർഡിലുള്ള ജനങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ വേണ്ടി വരാനുള്ള സാധ്യതയുമുണ്ട്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല ജനപ്രതിനിധികളായിട്ടൊക്കെ മാറുന്നതിനായിട്ട് ആ ഒരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി എല്ലാവരും എത്തി സത്യപ്രതിജ്ഞ ചെയ്യുക, അധികാരമേൽക്കുക, പിന്നെ അങ്ങോട്ട് സേവിച്ചേക്കുക. ആരെ? ജനങ്ങളെ, വേറൊന്നുമല്ല.